പ്രിയരെ, ചെന്ന ടൈഡിങ്സിന്റെ അടുത്ത ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജനുവരി മാസം മെർമിയർ സെൻറ്റർ ദെഹാനുവിൽ വളരെ തിരക്കേറിയ ഒരു മാസമായിരുന്നു. ഡായി അച്ഛനും ദെഹാനുവിലെ ക്രിസ്തീയ സമൂഹവും വസയിലെ ചരിത്ര സ്ഥലങ്ങളും പള്ളികളും സന്ദർശിച്ചു. കുഞ്ഞുങ്ങളെ എങ്ങനെ പരിപാലിക്കാം എന്നതിനെക്കുറിച്ച് അംഗൻവാടി അധ്യാപകരുടെ ഒരു ഏകദിന ക്യാമ്പിന് മെർമിയർ ആശ്രയ വേദിയായി. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ജനുവരി 26 പതാക ഉയർത്തി റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു. എന്നാട്ട് ടൈഡിങ്സ് സിസ്റ്റർ ലീന മഞ്ഞാമറ്റത്തിന് അഭിവാദ്യങ്ങൾ നേരുന്നു. ഈ വർഷം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് നടത്തിയ MSc ഫൈനൽ എക്സാമിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി അഭിനന്ദനാർഹമായ പെർഫോമൻസ് കാഴ്ചവെച്ചു. സിസ്റ്റർ ലീന കൊട്ടിയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോളി ക്രോസ് മെൻസിയൻ എന്ന കോൺഗ്രിഗേഷനിലെ അംഗമാണ്. ഹോളി ക്രോസ് സിസ്റ്റേഴ്സിന് തിരുവിതാംകൂറിലെ ആരോഗ്യ മേഖലയുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. തിരുവിതാംകൂറിൻ്റെ രാജാവായിരുന്ന ബൽറാം വർമ്മ അവരുടെ ആരോഗ്യ മേഖലയിലുള്ള സേവനങ്ങളിൽ ആകർഷനായി സ്വിറ്റ്സർലൻഡിൽ നിന്നും അവരെ തിരുവിതാംകൂറിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. കൊട്ടിയത്ത് അവർ തുടങ്ങിയ നഴ്സിംഗ് കോളേജ് കേരളത്തിലെ പ്രൈവറ്റ് സെക്ടറിലുള്ള ആദ്യത്തെ നഴ്സിംഗ് കോളേജാണ്. സിസ്റ്റർ ലീന ഇപ്പോൾ കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. ഇതേ കോൺഗ്രിഗേഷനിലുള്ള അമ്മച്ചിയുടെ കസിനായ സിസ്റ്റർ കോൺസലീറ്റ തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ 60ാം വർഷം ഈ മാസം കൊട്ടിയത്ത് ആഘോഷിച്ചു. വത്സയുടെ ഇളയ മകൻ ഡെന്നിയുടെ വിവാഹം മുംബൈയിൽ നടന്നു. ബാല്യകാല സുഹൃത്തായ മാംഗ്ലൂർകാരിയാണ് വധു. ഡായി അച്ഛനും ബേബിയും ഫ്ലിൻസിയും വീട്ടിലെ വത്സയും നമ്മുടെ കുടുംബത്തിൽ നിന്നും ഈ വിവാഹത്തിൽ പങ്കെടുത്തു. Beautiful. Come on, everybody. നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി.